രാമായണം ഒരു സാഹിത്യകൃതി മാത്രമാണ്, ഈ ലോകത്ത് ജീവിച്ച ഒരാളുടെ ചരിത്രമല്ല എന്ന് പറയുന്നവരുണ്ട്. അനേക രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആരാധനയുടെയും ഭാഗമായി തീർന്ന ഏതെങ്കിലും ഒരു സാഹിത്യകൃതി ലോകത്തിലുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരൊറ്റ സാഹിത്യകൃതി പോലും എടുത്തു കാട്ടാൻ ആർക്കും കഴിയില്ല. ജീവിച്ചിരുന്ന വ്യക്തികളുടെ ചരിത്രം മാത്രമാണ് ലോകത്ത് അത്ര മഹത്തായ സ്വാധീനം ഉണ്ടാക്കുന്നത്. ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ സർവഗുണ പരിപൂർണനായി ആരെങ്കിലും ഉണ്ടോ എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നാരദൻ പറയുന്നു, ഉണ്ട്. അയോധ്യയുടെ രാജാവ് രാമൻ, അങ്ങനെയാണ് രാമായണം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ പിന്നെ രാമൻ ജീവിച്ചിരുന്ന ആളല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? രാമായണം എഴുതിയ വാൽമീകി ജീവിച്ചിരുന്ന ആളാണെങ്കിൽ രാമനും ജീവിച്ചിരുന്ന ആളാണ്. നൂറ്റാണ്ടുകളിലൂടെ ജനമനസ്സുകളെ ആകർഷിക്കാനും ശുദ്ധീകരിക്കാനും രാമൻ്റെ ചരിത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു. തലമുറകളിലൂടെ കൈമാറി വന്ന് ജനങ്ങളിൽ മൂല്യങ്ങൾ വർദ്ധിക്കുന്നതിൽ രാമായണത്തെ പോലെ മറ്റൊരു കൃതിയും ലോകത്തിലില്ല. ജീവിത പരീക്ഷണങ്ങളിൽപ്പെട്ട് വേദന അനുഭവിക്കുമ്പോഴും എങ്ങനെ സത്യധർമാദികളെ കൈവെടിയരുന്ന് രാമൻ നമുക്ക് കാട്ടിത്തരുന്നു. ഇപ്പോൾ രാമൻ കാട്ടിപ്പോവുക എന്നുള്ളത് ഒരു പ്രതിസന്ധി കാലഘട്ടമാണ്. കല്ലും മുള്ളും ചവിട്ടി പ്രതിബന്ധങ്ങൾ മറികടന്നാണ് പോയെങ്കിലും അതെല്ലാം എല്ലാത്തിനെയും വിജയിപ്പിക്കുകയും അവസാനം എല്ലാം വിജയത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ വരാം. ഇതുപോലെ നമ്മൾ ശ്രമിക്കണം. പ്രശ്നങ്ങൾ മാത്രം വരും, അർഹതപ്പെട്ടത് കിട്ടാതെ വരും, നമ്മൾ വിടാൻ പാടില്ല. അത് രാമൻ സ്വീകരിക്കൽ മനോഭാവമാണ് കാണിച്ചത്. ഒരു കഥ ഓർക്കുകയാണ്. ഒരു മരുഭൂമിയാണ്. അപ്പം മരുഭൂമിയിൽ മറ്റുള്ള വൃക്ഷമെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോയി. ഒരു വൃക്ഷം മാത്രം തണുത്ത് നിന്നു. പക്ഷെ അവിടെ വെള്ളമില്ലാണ്ടായി. ആകെ വിശന്ന് അതിനകത്തൊരു കിളിയായി അവശേഷിച്ചു. മറ്റു കിളിയൊക്കെ മരിച്ചു. അപ്പം വിഷമിക്കുകയാണ്, വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആ വൃക്ഷവും ഉണങ്ങിക്കടപുഴി വീണം. അപ്പോൾ താനും മരിക്കാൻ പോവുകയാണല്ലോ, എവിടെയാണ് ചെയ്താൽ ഇച്ചിരി വെള്ളം കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ മരിക്കണമെന്ന് കിളി ചിന്തിക്കുകയാണ്. അല്ല, നമുക്കൊന്ന് ശ്രമിക്കാം. തന്നെ ചിന്തിച്ചിട്ട് പറ്റുന്ന രീതിയിൽ പറക്കാൻ ശ്രമിച്ചു. കുറേ പറന്നു, താന്നിരുന്ന്, പിന്നെ പറന്നു, താന്നിരുന്ന്, അവസാനം പറന്ന് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചെന്നെത്തിയത് അനേക വൃക്ഷങ്ങളും നദികളും നിറയെ പഴങ്ങളും നിറയെ കിളികളും ഉള്ളൊരു കാടിലാണ്. ഇതിലൊന്നും കാണാനില്ല. ഉള്ള വൃക്ഷവും നഷ്ടപ്പെട്ടു. ഇനിയും മരണം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് താനും മരണം വരിക്കാൻ നമ്മൾ കടന്നില്ല. ഉള്ള ശക്തി എടുത്ത് പറക്കാൻ ശ്രമിച്ചു. അങ്ങനെ കൊഴിഞ്ഞിരുന്നു. പിന്നെയും പറക്കാൻ ശ്രമിച്ചു, പിന്നെയും ശ്രമിച്ചു. അതുപോലെ നമ്മുടെ മുന്നിൽ ഒന്നും കാണാനില്ലെങ്കിലും നമ്മുടെ ശ്രമം വിടാതിരിക്കാൻ ശ്രമിക്കണം. ശ്രമിച്ചാൽ എന്തെങ്കിലും ഒരു വഴി നമുക്ക് തുറന്നു കിട്ടും. ഇതുപോലെ നമ്മൾ പല പ്രതിസന്ധികളും ഇപ്പോൾ കാണാം. ചുറ്റും ഇരുട്ടാണ്. എന്നാലും എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പലരുടെയും സംഭവം കണ്ടിട്ടുണ്ട്. അവരെ ചെയ്യാത്ത കുറ്റത്തിന് അവർ ചുമ്മാ അസൂയ കൊണ്ട് കള്ളം പറഞ്ഞ് നമ്മളുടെ ശിക്ഷിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ സസ്പെൻഡ് ചെയ്ത് വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. അയ്യോ, ഞാൻ ധർമ്മമായിട്ട് ജീവിച്ചിട്ട് എനിക്ക് കള്ളനാക്കി, എന്തിനാ ജീവിക്കുന്നത് എന്ന് പറയുന്ന മക്കളമ്മ കേട്ടിട്ടുണ്ട്. ഞാൻ പറയും, മക്കൾ ക്ഷമിക്കൂ, എടുത്ത് ജീവിക്കേണ്ടതെന്ന് പറയല്ലേ മക്കളെ, അങ്ങനെ പറയല്ലേ മക്കളെ എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അവർ തിരിച്ച് കേസ് പറഞ്ഞ് അങ്ങനെയുള്ളവർക്ക് വിജയിച്ച് പ്രൊമോഷൻ കിട്ടി. പിന്നെ ഇവരെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി തലകുനിച്ചിട്ടുണ്ട്. അപ്പോൾ പല മക്കളെയും അങ്ങനെ അമ്മ കണ്ടിട്ടുണ്ട്. അപ്പം തന്നെ പോയി ആത്മഹത്യ ചെയ്തെങ്കിൽ അത് വരുമോ? അപ്പം നമ്മൾ താങ്ങാനുള്ള ശക്തി എടുക്കണം. അപ്പം എല്ലാവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു വനവാസക്കാലം ഉണ്ടാകും. ഇതുപോലെ ഇപ്പോൾ ലക്ഷ്മണൻ ദേഷിക്കുന്നുണ്ട്. ഇവരോടൊക്കെ ദേഷ്യം ദേഷിച്ചുകൊണ്ട് ചീത്ത വിളിക്കുമ്പോൾ രാമനിങ്ങനെ ഉപദേശിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ സ്നേഹത്തോട് കൊടുത്തപ്പോൾ തന്നെ തെറ്റുകൾ മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിച്ചു. ഇതുപോലെ ഓരോ
പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഓരോ പാഠങ്ങൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ എടുക്കേണ്ടത്.